അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ നാം എന്നും ഭയപ്പെടേണ്ട ഒരു വിഷയമാണല്ലോ മരണമെന്നുള്ളത്. കാരണം ഏത് സമയത്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ്, ഏത് രീതിയിലാണ് അസ്റായിൽ നമ്മുടെ മുമ്പിൽ വരിക, റൂഹ് പിടിക്കുക ഒന്നൊന്നും നമുക്കറിയില്ല. അത് നല്ല രീതിയിലായിപ്പോയാൽ രക്ഷപ്പെട്ടു. അല്ലാതെ അള്ളാഹുവിൻ്റെ ചിന്തയില്ലാതെ ഗഫലത്തിലായിരിക്കുമ്പോൾ, ഹറാമ്യത്തിലായിരിക്കുമ്പോൾ അസ്റായിൽ നമ്മെ വന്ന് റൂഹ് പിടിക്കുകയാണെങ്കിൽ അതെത്ര ഖേദകരമായിരിക്കും. മരണപ്പെടുന്ന സമയത്ത് നല്ല രീതിയിൽ മരണപ്പെട്ടാലല്ലേ പിന്നീടുള്ള ജീവിതം വിജയിക്കുക. ആ സമയത്ത് മോശപ്പെട്ടു പോയാൽ പിന്നെ മോശം തന്നെയാണ്. അതുകൊണ്ട് എന്നും നാം ഭയപ്പെടേണ്ട ഒരു വിഷയമാണല്ലോ മരണമെന്നുള്ളത്. അതേ മഹാന്മാരൊക്കെയും അവരുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവരൊന്നും ഇന്ന് മരിക്കും, ഇപ്പോൾ മരിക്കും എന്ന രീതിയിലാണ് അവർ ജീവിച്ചത്. അവർ ജീവിച്ചു, കുറേ കാലങ്ങൾ അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചിന്തിച്ചത് ഞാൻ ഇപ്പോൾ മരിക്കാം, ഈ സമയത്ത് മരിക്കാം, ഇന്ന് മരിക്കാം, അല്ലെങ്കിൽ നാളെ മരിക്കാം എന്ന രീതിയിൽ മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അതെ, അവർ ഒരു ഹറാമിയത്ത് ചെയ്യാൻ അതിൻ്റെ പേരിൽ അവർ പോയില്ല. അവർക്ക് ഭയമാണ് ഇപ്പോൾ മരിച്ചാലോ. അതെ, ആരോടും വിദ്വേഷം കാണിക്കാനോ, ആരോടും ഹസദ് കാണിക്കാനോ, ആരോടും തെറ്റിൽ ജീവിക്കാനോ അവർക്ക് തോന്നിയില്ല. കാരണം ഇപ്പോൾ മരണപ്പെട്ടു പോകും. അപ്പോൾ അവർ ദുനിയാവിൻ്റെ പിന്നാലും അവർ ഓടിയില്ല. കുറേ പണമുണ്ടാക്കാനോ കുറേ സ്വത്തുണ്ടാക്കാനോ അവർ അതൊന്നും ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചത് ഇപ്പോൾ മരണപ്പെട്ടാൽ, എൻ്റെ മുമ്പിൽ ഇപ്പോൾ മരണം എത്തിയാൽ അതിനു വേണ്ടി ഞാൻ എങ്ങനെ തയ്യാറാവുക, ആ തയ്യാറിൽ തന്നെയാണ് അവരുടെ ജീവിതം അവർ തിരുത്തത്. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അലിയിൽ മുത്തഖി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തെ ഒരു ശൈലിയാണ് അൽ മൗത്ത് എന്ന് ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് തൻ്റെ കയ്യിലൊന്നും ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോൽക്കുകയാണ്. അൽ മൗത്ത്, അൽ മൗത്ത്, മരണം, മരണം, മരണമെന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ചിലപ്പോഴൊക്കെ ദുനിയാവിൻ്റെ കൊതികൾ, ചില മനുഷ്യന്മാരാണല്ലോ ചിലപ്പോഴൊക്കെ മനസ്സിൽ ദുനിയാവിൻ്റെ കൊതികൾ, ദുനിയാവിൻ്റെ ആശകൾ വന്നു പോകുമെന്ന് പേടിച്ച് ഇടയ്ക്കിടയ്ക്ക് അതേ അൽ മൗത്ത്, അൽ മൗത്ത്, അൽ മരണം, മരണം എന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ അതിലിങ്ങനെ വായിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ്. കാരണം എന്തേ? അതേ, എനിക്ക് മരണമുണ്ട് എന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിത ശൈലി. ഇങ്ങനെ ധാരാളം മഹാന്മാരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാൽ ധാരാളം ചരിത്രങ്ങളൊക്കെ കാണാം. അതിൽ എത്രയോ മഹാന്മാർ ഒരാളെ കൂലിക്ക് നിർത്തിയവരും കൂടിയുണ്ട്. അതേ, ഒരു അടിമയെ കൂലിക്ക് വെച്ച് അവർ നിർത്തി. ആ അടിമക്കുള്ള പണി എന്താണ്, ജോലി എന്താണ്? ഈ മഹാന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. ഷേഖേ, ഉസ്താദെ, മരണമുണ്ട്, ഓർക്കണം, ചിന്തിക്കണം എന്ന് ആ അടിമ എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മപ്പെടുത്തണം. ആ ജോലിക്കാരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തണം. അതുമാത്രം അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹം തൻ്റെ കൂടെ വരണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണം. എന്നിട്ടാണ് അദ്ദേഹത്തിലേക്ക് കൂലി എടുക്കുക. എന്തിനിങ്ങനെ ചെയ്തു? അതേ, മരണം മറന്നു ഞാൻ ജീവിച്ചു പോകുമോ? മരണത്തിൻ്റെ ചിന്തയില്ലാതെ ഞാൻ ജീവിച്ചു പോകുമോ? അല്ലാഹുവിനെ ധിക്കരിച്ച് ഞാൻ ജീവിച്ചു പോകുമോ? അങ്ങനെ പോയാൽ തീർച്ചയായും ആ സമയത്താണ് റബ്ബ് എന്നെ പിടിക്കുകയാണെങ്കിലോ, അസ്റായിൽ എൻ്റെ മുമ്പിൽ വരികയാണെങ്കിലോ ഞാൻ നഷ്ടപ്പെട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താനോ എന്നെ സമാധാനിപ്പിക്കാനോ ആരും ഉണ്ടാവൂലല്ലോ എന്ന് മഹാന്മാർ ചിന്തിച്ചുകൊണ്ട് ആ രീതിയിലാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ഈ രീതിയിലൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ മരണമെന്നുള്ള ചിന്ത അത് നമുക്കും ഉറപ്പാണല്ലോ. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടൊന്നും മരണം വരാതിരിക്കൂലല്ലോ, അത് ഉറപ്പാണല്ലോ. അങ്ങനെ ചില ആൾക്കാർ മരണം ചിന്തിക്കാനേ പോകുന്നില്ല. കാരണം എൻ്റെ മരണത്തിന് ഭയപ്പെട്ടിട്ടാണ്. പക്ഷെ അങ്ങനെ ഭയപ്പെട്ടതിൻ്റെ പേരിലൊന്നും മരണം വരാതിരിക്കൂലല്ലോ. അപ്പം അതുകൊണ്ട് മരണത്തിന് ചിന്തിക്കുക, മരണത്തിന് ഭയപ്പെടുക, മരണത്തിന് ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓർത്ത് ഒരു നല്ലൊരു ജീവിതം അള്ളാഹുവിലേക്ക് കാഴ്ചവെക്കുക.
അപ്പോഴാണ് ഒരു നല്ലൊരു മനുഷ്യനാവുക, മൂമിനാവുക. അതേ, നമ്മൾ നന്നാകണമെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം മരണം തന്നെയാണ്. ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത നമ്മളെ തലയിലേക്ക് കയറിയാൽ തീർച്ചയായും നമ്മൾ നന്നാകും. അങ്ങനെ ഒരു ചിന്ത വരാത്ത കാലത്തോളം നമ്മൾ ഒരിക്കലും നന്നാകൂല. പിന്നെ എത്ര ഉപദേശം കേട്ടാലും ഏറ്റവും നല്ല ഉപദേശം മരണം എന്നുള്ള ചിന്ത തന്നെയാണ്. അള്ളാഹു ആ ചിന്ത ഇട്ടുതരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.